സിൻഡിക്കേറ്റിനെതിരെ പ്രതികാര നടപടി തുടർന്ന് വി.സി. വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് തീരുമാനിക്കാനുള്ള സബ് കമ്മിറ്റി യോഗത്തിന് വി.സി. റൂം അനുവദിച്ചില്ല. എൻ.സി.സി, എൻ.എസ്.എസ് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് നിശ്ചയിക്കാനാണ് ഇന്ന് യോഗം ചേരാനിരുന്നത്. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള സർവകലാശാലയിൽ ഏതായാലും പ്രതികാര നടപടി വി.സി. തുടരുക തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് സിൻഡിക്കേറ്റ് റൂം പൂട്ടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വി.സി. താൽക്കാലിക അതായത് രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പന് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് റൂം പൂട്ടിയത്. പക്ഷേ ഇന്ന് നിർണായകമായ യോഗം ചേരേണ്ട ദിവസമായിരുന്നു. സിൻഡിക്കേറ്റിന്റെ സബ് കമ്മിറ്റി യോഗം ചേരേണ്ടതായിരുന്നു. ഇതിൽ എൻ.സി.സി, എൻ.എസ്.എസ് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് നിശ്ചയിക്കുന്നതിനായാണ് ഈ ഒരു സബ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ റൂം അനുവദിക്കാൻ സാധിക്കില്ല, അതായത് സിൻഡിക്കേറ്റ് റൂം തുറക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് വി.സി. സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് തീരുമാനിക്കാനുള്ള സബ് കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് ഈ വിദ്യാർത്ഥികളുടെ അവരുടെ ഭാവി അടക്കം ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ വി.സിയുടെ നിലപാട് കാരണം വിദ്യാർത്ഥികളുടെ ഭാവി അടക്കം ആശങ്കയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 4 വർഷം ബിരുദ കോഴ്സിലേക്കുള്ള ഗ്രേസ് മാർക്ക് തീരുമാനിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു യോഗം തീരുമാനിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ സിൻഡിക്കേറ്റ് റൂം ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സിൻഡിക്കേറ്റിന്റെ സബ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. ഷീജ, നിയമപ്രകാരം ഈ സബ് കമ്മിറ്റിക്ക് റൂം അനുവദിക്കേണ്ടതല്ലേ? അത് അനുവദിക്കാതിരിക്കുന്നത് നിയമപരമായി ശരിയാണോ? തീർച്ചയായും ഷമ്മി, അത് നിയമപരമായി തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ വി.സി. സ്വീകരിക്കുന്ന നിലപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സിൻഡിക്കേറ്റ് റൂം പൂട്ടാനുള്ള അധികാരമൊന്നും വി.സിക്ക് ഇല്ല എന്നിരിക്കെയാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന സിൻഡിക്കേറ്റ് റൂം പൂട്ടി. നിലവിൽ അവർക്ക് സിൻഡിക്കേറ്റ് റൂം ഒരു കാരണവശാലും ഇപ്പോൾ തുറക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ടുള്ള രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മിനി കാപ്പനാണ് ഇത്തരത്തിൽ റൂം പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയത്. ഇതിനെതിരെ രജിസ്ട്രാർ കന്റോൺമെന്റ് പോലീസിൽ പരാതി അടക്കം നൽകിയ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് വി.സിയുടെ തെറ്റായിട്ടുള്ള നടപടികൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം.